ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് എമിലി ഡിക്കിൻസൺ എഴുതിയ ദ ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദ സ്കൈ എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പം എമിലി ഡിക്കിൻസൺ 1863 എഴുതിയ ഒരു കവിതയാണ് ദ ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദ സ്കൈ. അപ്പോൾ ഈ പോയത്തിൻ്റെ ഓപ്പണിംഗ് ലൈൻ, അതായത് ആദ്യ വരിയും ഇത് തന്നെയാണ്, അതായത് ദ ബ്രെയിൻ ഈസ് വൈഡർ ദാൻ ദ സ്കൈ എന്ന് തന്നെയാണ്. അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ പരിധിയില്ലാത്ത ശേഷിയും വിശാലതയും എക്സ്പ്ലോർ ചെയ്യാൻ തലച്ചോറിനെ, അതായത് ബ്രെയിനിനെ ആകാശത്തോടും കടലിനോടും ദൈവത്തോട് പോലും താരതമ്യം ചെയ്യുന്നതാണ് ഈ കവിത. ഇനി നമുക്ക് നമ്മുടെ കവിതയിലോട്ട് കടക്കാം. ഫസ്റ്റ് സ്റ്റാൻസ. The brain is wider than the sky, for put them side by side. അപ്പോൾ തലച്ചോറ് ആകാശത്തേക്കാൾ വിശാലമാണ്, അതായത് കാര്യങ്ങൾ സങ്കല്പിക്കാനും ഗ്രഹിക്കാനും ആഗീരണം ചെയ്യാനുമുള്ള തലച്ചോറിൻ്റെ കഴിവ് വിശാലവും പരിധിയില്ലാത്തതുമാണ്. അപ്പോൾ ആകാശത്തിൻ്റെ പരിധിയില്ലാത്ത വിസ്തൃതിയെപ്പോലും മറികടക്കുന്നതാണ് തലച്ചോറ് എന്നാണ് കവി പറയുന്നത്. അതായത് വിവരങ്ങൾ, ആശയങ്ങൾ, അനുഭവങ്ങൾ എന്നിവ ഹോൾഡ് ചെയ്യാനുള്ള, ഇല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനുള്ള മൈൻഡിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എബിലിറ്റിയാണ് ഇവിടെ പോയിട്ട് റെഫർ ചെയ്യുന്നത്. ഫോർ പുട്ട് ദം സൈഡ് ബൈ സൈഡ് എന്നാണ് കവി പറയുന്നത്. അതായത് തലച്ചോറിൻ്റെ ശേഷിയും വിശാലതയെ ആകാശത്തിൻ്റെ ഭൗതിക വലുപ്പവുമായി താരതമ്യം ചെയ്യുന്നത് സങ്കല്പിക്കാൻ കവി വായനക്കാരെ ക്ഷണിക്കുകയാണ് ഇവിടെ. The one the other will contain with ease and you beside. The one എന്നിവിടെ ഉദ്ദേശിക്കുന്ന ബ്രെയിൻ, the other എന്ന് ഉദ്ദേശിക്കുന്ന റെഫർ ചെയ്യുന്ന സ്കൈ. അപ്പോൾ വിത്ത് ഈസ് എന്നാണ് പോയിട്ട് പറഞ്ഞത്. അതായത് വിത്ത് ഈസ് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് എഫർട്ട്ലെസ്സും അതുപോലെ എക്സ്പാൻസീവ് നേച്ചർ ഓഫ് ബ്രെയിൻസ് കപ്പാസിറ്റി ടു ഹോൾഡ് ആണ്. അപ്പം ചുരുക്കത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിൻ്റെ വിശാലതയെ സൂചിപ്പിക്കുന്ന ഈ വരികൾ. അതുപോലെ മനസ്സ് വളരെ ശേഷിയുള്ളതാണ്. അത് ആകാശത്തെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിനെ. അതുപോലെ വ്യക്തിയെയും അനായാസമായി ഉൾക്കൊള്ളാൻ കഴിയും. അത് യു എന്നത് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് വ്യക്തിയാണ്. അപ്പം കവിതയിലെ ഈ വരി ശക്തമായ ഒരു ആശയം നൽകുന്നു. അതായത് മനുഷ്യ മനസ്സ് ആകാശത്തേക്കാൾ വിശാലമാണെന്ന് മാത്രമല്ല, അത് വ്യക്തിയെയും ഉൾക്കൊള്ളുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിന് വലിയ അളവിലുള്ള വിവരങ്ങളും അനുഭവങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതുപോലെ നമ്മുടെ സ്വന്തം ആത്മബോധത്തെയും ഉൾക്കൊള്ളുന്നു എന്നാണ്. അതായത് ഇറ്റ് ക്യാൻ എൻകംപസസ് അവർ ഓൺ സെൻസ് ഓഫ് സെൽഫ് എന്നാണ്. ഇനി നമുക്കടുത്ത സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് പോവാം. The brain is deeper than the sea, for hold them blue to blue. The one the other will absorb as sponges buckets do. For hold them blue to blue. ആ വരി അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ വിശാലതയെ കടലിൻ്റെ വിശാലതയുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റാൻസ മൊത്തത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ മനസ്സിലാക്കുന്നതിനും അറിവിനുമുള്ള കഴിവിനെ സമുദ്രത്തിൻ്റെ ആഴവുമായി ഉപമിക്കുന്നു. അപ്പോൾ ഒരു സ്പോഞ്ച് വെള്ളത്തിൽ കുതിർക്കുന്നത് പോലെ മനസ്സിന് വലിയ അളവിൽ വിവരങ്ങൾ ഗ്രഹിക്കാനും ആഗീരണം ചെയ്യാനും കഴിയുമെന്ന് ഈ സ്റ്റാൻസയിൽ കവി സൂചിപ്പിക്കുന്നു. അതിവിടെ പറയുന്നുണ്ട് ഡീപ്പ്, അതായത് ഡെപ്ത്, ആഴം, അതായത് മനുഷ്യ മനസ്സിൻ്റെ ആഴമേറിയതും നിഗൂഢവുമായ ആ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി നമ്മുടെ തേർഡ് സ്റ്റാൻസ, ലാസ്റ്റ് സ്റ്റാൻസയിൽ പോവാം. ദ ബ്രെയിൻ ഈസ് ജസ്റ്റ് ദ വെയ്റ്റ് ഓഫ് ഗോഡ്, ഫോർ ഹെഫ്റ്റ് ദം പൗണ്ട് ഫോർ പൗണ്ട്. അതായത് ഇവിടെ ഹെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉയർത്തുന്നതോ ഇല്ലെങ്കിൽ തൂക്കി നോക്കുന്നതോ ആയ പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പൗണ്ട് ഫോർ പൗണ്ട് എന്നത് തലച്ചോറിൻ്റെ ശേഷിയെ ദൈവത്തിൻ്റെ അനന്തശക്തിയുമായോ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാരവുമായോ താരതമ്യം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. എന്താണ് പോയിട്ട് പറയുന്നത്? അതായത് ഹ്യൂമൻ ബ്രെയിൻ ഈസ് നോട്ട് ലെസ് ദാൻ ഗോഡ് ബട്ട് റാദർ ഇറ്റ്സ് ജസ്റ്റ് ദ വെയ്റ്റ് ഓഫ് ഗോഡ്. ഇത് സമാനമായ ഒരു വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ലാസ്റ്റ് ലൈൻ നോക്കിയേ. ആൻഡ് ദേ വിൽ ഡിഫർ ഇഫ് ദേ ഡു ആസ് സിലബിൾ ഫ്രം സൗണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് ഇവിടെ കവി പറയുകയാണ് അവസാനത്തെ ആ 2 വരികൾ സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. എന്നാലും അപ്പോൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? അക്ഷരങ്ങളും ശബ്ദങ്ങളും വ്യത്യാസമാകുന്ന രീതിയിലാണ്. അതായത് ഈ അവസാനത്തെ വരിയാണ് കവിതയിലെ ഏറ്റവും സങ്കീർണമായത്. അതായത് മനുഷ്യ മസ്തിഷ്കത്തെ അക്ഷരങ്ങളോടും ദൈവത്തിൻ്റെ ശക്തിയായ ഊർജത്തെ ശബ്ദത്തോടും താരതമ്യം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് പറയുന്നത് ബ്രെയിൻസ് വെയ്റ്റ് ഓൺലി ഡിഫറിങ് ഫ്രം ഗോഡ്സ് വെയ്റ്റ് ആസ് എ സിലബിൾ ഡിഫർ ഫ്രം എ സൗണ്ട്. അതായത് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അത് ഒരു അക്ഷരവും അതുപോലെ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം പോലെ ചെറുതാണ്, സൂക്ഷ്മമാണ് എന്നാണ് കവി ഇവിടെ പറഞ്ഞ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇഫ് യു ഫീൽ ദിസ് ക്ലാസ് യൂസ്ഫുൾ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.